നൂറ്റാണ്ടുകളുടെ ചരിത്രവും ആഴമേറിയ ഐതിഹ്യങ്ങളും ഇഴചേർന്ന മണ്ണാണ് കൊടുങ്ങല്ലൂർ. തിന്മയ്ക്കുമേൽ നന്മ നേടിയ വിജയത്തിന്റെ സ്മരണയായും നീതിക്കുവേണ്ടി ജ്വലിച്ച പെൺകരുത്തിന്റെ അടയാളമായും കൊടുങ്ങല്ലൂർ ശ്രീകുരുംബ ഭഗവതി ക്ഷേത്രം നിലകൊള്ളുന്നു. പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ വടക്കോട്ട് ദർശനം നൽകുന്ന ഭദ്രകാളിയാണ്. അസുരനായ ദാരികനെ നിഗ്രഹിക്കാൻ പരമശിവന്റെ തൃക്കണ്ണിൽ നിന്നും ജന്മമെടുത്ത ഭദ്രകാളി തന്റെ പോരാട്ടവീര്യം അടങ്ങാതെ രൗദ്രഭാവത്തിൽ കുടികൊള്ളുന്ന ഇടമാണിതെന്നാണ് വിശ്വാസം. അതോടൊപ്പം തന്നെ തന്റെ ഭർത്താവിനെ വധിച്ചതിന് മധുരാപുരിയെ ചുട്ടരിച്ച കണ്ണകി ശാന്തി തേടി ഈ ക്ഷേത്രത്തിലെത്തി മോക്ഷം പ്രാപിച്ചു എന്ന ഐതിഹ്യം ഈ മണ്ണിലെ ഭക്തിക്ക് മറ്റൊരു ഗാംഭീര്യം കൂടി നൽകുന്നു. മീനമാസത്തിലെ തിരുവോണം നാളിൽ രക്തബലിയുടെ ഓർമ്മ പുതുക്കി കോഴിക്കല്ല് മൂടൽ ചടങ്ങോടെ ഉത്സവത്തിന് തുടക്കമാകുന്നു. അശ്വതി നാളിൽ അരങ്ങേറുന്ന ലോകപ്രശസ്തമായ ചടങ്ങാണ് കാവുതീണ്ടൽ. കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാൻ നിലപാട് തറയിലെത്തി കുട നിവർത്തുന്നതോടെ ചുവന്ന പട്ടുടുത്ത് വാളും ചിലമ്പുമേന്തി ആയിരക്കണക്കിന് വെളിച്ചപ്പാടുകൾ ക്ഷേത്രത്തിലേക്ക് ഇരച്ചുകയറുന്നു. ക്ഷേത്രത്തിന്റെ മേൽക്കൂരയിൽ വടികൊണ്ടടിച്ചും ആവേശത്തോടെ പാട്ടുപാടിയും നടത്തുന്ന ഈ പ്രദക്ഷിണം ഭഗവതിയുടെ യുദ്ധവിജയത്തെയാണ് ഈ ചടങ്ങ് അനുസ്മരിപ്പിക്കുന്നത്. അശ്വതിക്ക് ശേഷമുള്ള ഭരണി ദിവസം ദേവിയെ ദർശിക്കാൻ 10,000-കണക്കിന് ഭക്തർ ക്ഷേത്രത്തിലെത്തുന്നു. ആഘോഷങ്ങളെക്കാൾ താന്ത്രികമായ ചടങ്ങുകൾക്കും ഭരണിപ്പാട്ടുകൾക്കുമാണ് ഈ ദിവസം പ്രാധാന്യം. ഈ വർഷത്തെ ഉത്സവം 2026 മാർച്ച് 15-ന് തിരുവോണം നാൾ തുടങ്ങി മാർച്ച് 22-ന് ഭരണി നാളിൽ സമാപിക്കുന്നു. ഇതിനുശേഷം ക്ഷേത്രനട 7 ദിവസത്തേക്ക് അടച്ചിടും. നട തുറക്കുമ്പോൾ ദേവി ശാന്തസ്വരൂപിയായി ഭക്തർക്ക് ദർശനം നൽകുന്നു എന്നാണ് സങ്കല്പം.